ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോംനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ സംബന്ധിക്കും. സോംനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്ന് 2026 1000 വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ക്ഷേത്ര സംരക്ഷകരെ ആദരിക്കുന്ന ശൌര്യയാത്രയിൽ അദ്ദേഹം അല്പം മുൻപ് പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം രാജ്കോട്ടിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം ഇന്ന് രാവിലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട BJP ജനപ്രതിനിധികളുടെ യോഗത്തെ ശ്രീ ഷാ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് കേരള കൗമുദി കോൺക്ലേവ് ഉദ്ഘാടനവും നിർവഹിക്കും. NDA നേതൃയോഗത്തിലും BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന ശ്രീ ഷാ ഇന്ന് രാത്രി ഡൽഹിക്ക് മടങ്ങും. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പാർട്ടി നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. പ്രഗതിയുടെ കീഴിൽ വിജയകരമായി പൂർത്തിയാക്കിയ പദ്ധതികളിൽ ഒന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ജബൽപൂർ ഗോണ്ടിയ ഗേജ് പരിവർത്തന പദ്ധതി. ഏകദേശം 285 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതി നിർമ്മാണ കാലയളവിൽ തുടർച്ചയായ വെല്ലുവിളികൾ നേരിട്ടു. 2016 മാർച്ചിൽ പദ്ധതി പ്രഗതി സംവിധാനത്തിന് കീഴിൽ ഏറ്റെടുത്തതോടെ ഭൂമി കൈമാറ്റം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടപ്പാക്കി പദ്ധതി 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്തു. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് ഉൾപ്പെടെയുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. പാലക്കാട് നിന്ന് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായ രാഹുലിനെ SP G പൂങ്കുഴലി ഉൾപ്പെടെയാണ് ചോദ്യം ചെയ്യുന്നത്. തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഭക്തജനപ്രവാഹം. മകരവിളക്കിന്റെ പ്രധാന ചടങ്ങുകൾ ഇന്ന് എരുമേലി പേട്ടതുള്ളലോടെയാണ് ആരംഭിക്കുക. രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെയും ഉച്ചയ്ക്ക് ആലങ്ങാട് സംഘത്തിന്റെയുമാണ് പേട്ടതുള്ളൽ. തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളത്തു നിന്നും സന്നിധാനത്തേക്ക് തിരിക്കും. കേരളത്തെയും കർണാടകയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണൂർ ഇരിട്ടി മാക്കൂട്ടം ചുരം അന്തർ സംസ്ഥാന പാതയുടെ നവീകരണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് വിരാജ്പേട്ട MLAയും കർണാടക മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവുമായ AS പൊന്നണ്ണ പറഞ്ഞു. പാതയുടെ അവശേഷിക്കുന്ന ഭാഗത്തെ നവീകരണത്തിനായി 4 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചുരം റോഡിന്റെ നവീകരിച്ച ഭാഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഷ്യ-യുക്രൈൻ സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരും. യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയാണ് ഇക്കാര്യം അറിയിച്ചത്. അതിനിടെ റഷ്യയുടെ തെക്കൻ നഗരമായ വൊറോനിഷിൽ ഇന്നലെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. യുക്രൈനിയൻ നഗരങ്ങളിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയാണിതെന്ന് യുക്രൈൻ പ്രതികരിച്ചു. തൊഴിൽ തട്ടിപ്പിനെ തുടർന്ന് മ്യാൻമറിൽ കുടുങ്ങിയ 27 ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരായി മോചിപ്പിച്ചു. ഇന്ത്യക്കാരെ ജോലിക്കെന്ന വ്യാജേന എത്തിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാക്കുകയായിരുന്നു. രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ പൗരന്മാർ ഇന്നലെ ഡൽഹിയിലെത്തി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വഡോദരയിൽ ഉച്ചയ്ക്ക് 1:30 ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇടുക്കി മുട്ടത്തിന് സമീപം വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മലങ്കര മ്രാല സ്വദേശി സജീവാണ് മരിച്ചത്. KSRTC ജീവനക്കാരനായ സജീവ് സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ കോലാനി ബൈപ്പാസിൽ ലോറിയും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. കളമശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയുമായ അഭിഷേക് വിനോദാണ് മരിച്ചത്. സഹപാഠി കൊല്ലം കൊട്ടാരക്കര സ്വദേശി കിരൺ രാധാകൃഷ്ണന് ഗുരുതര പരിക്കേറ്റു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.